ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനം, ശത്രുവിന്റെ കണ്ണിൽപ്പെടാത്ത സ്റ്റെൽത്ത് കരുത്ത്, അമേരിക്കയുടെ അഭിമാനമായ F-35 പറ്റി പറയുമ്പോൾ ഇങ്ങനെ വിശേഷണങ്ങൾ പലതാണ്. എന്നാൽ ഒരു മിസൈൽ പോലും തൊടാതെ, ഒരു വെടിയുണ്ട പോലും ഉപയോഗിക്കാതെ ഈ കരുത്തിനെ തറയിലിരുത്താൻ ചൈന ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നാം ഇന്നത് വിശ്വസിച്ചേ മതിയാവൂ. കാരണം യുദ്ധം എന്ന വാക്കിന്റെ അർത്ഥം മാറുകയാണ്. ഇനി പോരാട്ടം ആകാശത്തല്ല കേട്ടോ, മറിച്ച് വിഭവങ്ങളുടെ വിതരണ ശൃംഖലയിലും ഡിജിറ്റൽ ലോകത്തുമാണ്. ചൈനയുടെ അദൃശ്യ യുദ്ധമുറ അഥവാ ഇൻവിസിബിൾ വാർഫെയർ എങ്ങനെയാണ് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചു വരാം. ഒരു F-35 വിമാനം നിർമ്മിക്കാൻ ഏകദേശം 417 കിലോഗ്രാം അപൂർവ ഇനം ധാതുക്കൾ, അതായത് റയർ എർത്ത് എലമെന്റ്സ് ആവശ്യമാണ്. വിമാനത്തിന്റെ എഞ്ചിൻ മുതൽ അത്യാധുനിക റഡാറുകളും സെൻസറുകളും വരെ പ്രവർത്തിക്കാൻ ഈ മൂലകങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ഇവിടെയാണ് കേട്ടോ ചൈനയുടെ കളി തുടങ്ങുന്നത്. ലോകത്തിന്റെ അപൂർവ ധാതു സംസ്കരണത്തിന്റെ വലിയൊരു ഭാഗവും ചൈനയുടെ കൈപ്പിടിയിലാണിപ്പോൾ. പുതിയ ലൈസൻസിംഗ് നിയമങ്ങളിലൂടെ ഈ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ഈ ധാതുക്കൾ ആരുപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്ന് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ചൈനയ്ക്കുണ്ടാകുമെന്ന് സാരം. അതായത് വിമാന നിർമ്മാണ വസ്തുക്കളുടെ വിതരണം തടഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രതിരോധ മേഖലയെ ശ്വാസം മുട്ടിക്കുക എന്നതാണ് ചൈനയുടെ പുതിയ ചൈനീസ് തന്ത്രം എന്ന് പറയപ്പെടുന്നത്. ഇതിനെയാണ് പ്രതിരോധ വിദഗ്ധർ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലർ എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ ഉൽപാദനവും അറ്റകുറ്റപ്പണികളും പൂർണ്ണമായും സ്തംഭിപ്പിക്കാൻ ചൈനയ്ക്ക് ഇതിലൂടെ സാധിക്കുമെന്നു സാരം. നിലവിൽ നിർമ്മിച്ച വിമാനങ്ങൾക്ക് പോലും സ്പെയർ പാർട്സുകൾ കിട്ടാതെ വരും. കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനങ്ങൾ വെറും ഇരുമ്പ് കഷ്ണമായി അമേരിക്കൻ നാവിക താവളങ്ങളിൽ കിടക്കേണ്ടി വരും. പക്ഷേ ചൈന അവിടെയും നിർത്തുന്നില്ല കേട്ടോ. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം വിമാനങ്ങളുടെ ഡിജിറ്റൽ സംവിധാനങ്ങളെയും അവർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് സൈബർ ആക്രമണങ്ങളിലൂടെ വിമാനങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റവും സാറ്റലൈറ്റ് ലിങ്കുകളും ആദ്യം തകർക്കുക എന്നത്. ഇതോടെ പൈലറ്റുമാർക്ക് ലക്ഷ്യസ്ഥാനം കണ്ടെത്താനോ ഏകോപിതമായി നീങ്ങാനോ സാധിക്കാതെ വരും. ഇതിനു പുറമെ വിമാനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം, സ്പെയർ പാർട്സുകൾ എന്നിവയുടെ വിതരണ ശൃംഖലയെ സൈബർ നീക്കങ്ങളിലൂടെ തടസ്സപ്പെടുത്താനും കഴിയും. ഇതുമൂലം F-35 ആകാശത്ത് ദിശയറിയാത്തൊരു പക്ഷിയെ പോലെയാക്കി മാറ്റാൻ ചൈനയ്ക്ക് പറ്റുമെന്നു സാരം. ഇതൊരു സാങ്കേതിക യുദ്ധത്തിനപ്പുറത്ത് വലിയൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ഇറാൻ ഉൾപ്പെട്ട ഒരു ലോക മഹായുദ്ധ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ കുറയ്ക്കാൻ ഈ സാമ്പത്തിക സാങ്കേതിക ആയുധങ്ങൾ ചൈനയ്ക്ക് സഹായകരമാകും. അതെ, അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടായിട്ടും അവ ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അമേരിക്കയ്ക്ക് ഉടൻ വന്നു ചേരുമെന്ന് ഉറപ്പാണ്. വരും കാലങ്ങളിൽ യുദ്ധം ജയിക്കുന്നത് കൂടുതൽ വെടിയുണ്ടകൾ ഉള്ളവരായിരിക്കില്ല, മറിച്ച് വിഭവങ്ങളും സാങ്കേതിക വിദ്യയും നിയന്ത്രിക്കുന്നവരായിരിക്കും.